എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റർ സ്പെഷ്യലായി നല്ല നാടൻ ബീഫ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. ബീഫ് നല്ല വൃത്തിയായി കഴുകിയ വാരി കുക്കറിൽ വേവിക്കാൻ വെക്കാം. ആദ്യം തന്നെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതായിരിക്കും. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പെരുംജീരകം ഇടാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് ഇളക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം കുക്കറിൽ നിന്നും നമുക്ക് ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഒഴിക്കുന്നത്. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരണം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിത് അടച്ച് വെക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ആ ഗ്രേവി ബീഫിനകത്ത് ഫുള്ള് പിടിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കാം. ഒന്ന് ഡ്രൈ ആയിട്ട് വരണം, വെള്ളമൊക്കെ ഒന്ന് വറ്റി. ഒന്നും കൂടെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ ഗ്രേവിയൊക്കെ ആ ബീഫിനകത്തോട്ടൊന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഇടാം. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ആ കുരുമുളക് പൊടിയൊക്കെ ആ ബീഫിനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് ചേർക്കാൻ വറ്റൽമുളകും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഗരം മസാലയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ബീഫ് ഫ്രൈ ആണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം. എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.